പ്രൈസ് ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡറെ സംബന്ധിച്ച് അയാളുടെ ട്രേഡിംഗ് കരിയറിൽ ഒരു ഗെയിം ചേഞ്ചർ ആവുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എലിയറ്റ് വേവ് തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. ആദ്യം തന്നെ ഒരു ലൈക്കൊക്കെ തന്നുകൊണ്ട് വീഡിയോയ്ക്കുള്ള സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒന്ന് എന്താണ് എലിയറ്റ് വേവ് കൺസെപ്റ്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം. നമുക്ക് ട്രേഡിങ്ങിൽ രണ്ട് കാര്യത്തിന് എലിയറ്റ് വേവ് തിയറി ഉപയോഗിക്കാം. ഒന്ന് നിങ്ങളുടെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതിൽ, മറ്റൊന്ന് നിങ്ങളുടെ എൻട്രി സ്പോട്ട് ചെയ്യുന്നതിൽ, എൻട്രി ലൊക്കേഷൻ സ്പോട്ട് ചെയ്യുന്നതിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചാർട്ടിൽ പോയിട്ട് ഞാൻ അനലൈസ് ചെയ്യുകയും ഈ കൺസെപ്റ്റ് വെച്ച് മാർക്കറ്റിനെ റീഡ് ചെയ്തുകൊണ്ട് ഞാനെടുത്ത അവസാന ദിവസങ്ങളെടുത്ത 2-3 ട്രേഡുകൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു ബേസിക് ഐഡിയ ഇതിനെ പറ്റിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാം. എലിയറ്റ് വേവ് തിയറി ഡെവലപ്പ് ചെയ്യുന്നത് റാൽഫ് നെൽസൺ എലിയറ്റ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനാണ്. ആൾ ഏകദേശം 75 വർഷത്തിന് തുല്യമായ അത്രയും ഡേറ്റകൾ നമ്മൾ 3 മാസത്തേക്കിന് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ 75 വർഷത്തേക്ക് എന്ന് പറയാം. ടോട്ടൽ പല ഇൻസ്ട്രുമെൻറ്റിലായിട്ട് പല വർഷത്തെ എഫേർട്ടിലൂടെ ആൾ ചെയ്ത ബാക്ക് ടെസ്റ്റിൻ്റെ ആകെ തുക എടുത്താൽ 75 വർഷത്തേതിന് തുല്യമായിട്ട് ആൾ അനലൈസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആളുടെ ആ അനാലിസിസിൽ, ആളുടെ ഈ റിസർച്ചിൽ ആൾ കണ്ടെത്തിയത് റിഗാർഡ്ലെസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, റിഗാർഡ്ലെസ് ഓഫ് ടൈം ഫ്രെയിം, ഈ കൺസെപ്റ്റ് എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും പ്രൈസ് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, കാണിക്കുന്നു എന്നുള്ളതാണ്. എലിയറ്റ് വേവിൻ്റെ കൺസെപ്റ്റുകൾ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എലിയറ്റ് വേവ്? ആളുടെ റിസർച്ചിൽ എന്താണ് ആൾ കണ്ടെത്തിയത്? ആൾ കണ്ടെത്തിയത് പ്രൈസ് പ്രത്യേക രീതിയിൽ, ഈ പറഞ്ഞൊരു രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുന്നതായിട്ട് ആൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും കാണുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ ആൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കാണുന്ന ഇതിനെ, ഈ ഭാഗവും ഈ ഒരു ഭാഗവും. അപ്പോൾ ഇതിനെ, ഈ ഒരു ഭാഗത്തിന് ആൾ ഇമ്പൾസ് വേവ് എന്നും, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് പറയാം. ഇമ്പൾസ് വേവ് എന്നും, ഇമ്പൾസ് വേവ് അല്ലെങ്കിൽ മോട്ടീവ് വേവ് എന്നുള്ളതും, ഈ ഒരു ഭാഗത്തിനെ ആ പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റീവ് വേവ് എന്നുള്ളതായിരുന്നു. കറക്റ്റീവ് വേവ്. അപ്പോൾ എന്താണ് ഇത്? ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ഒരു കുറഞ്ഞ സമയം കൊണ്ട് നീങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു മുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അപ്പാണെങ്കിൽ, ബുള്ളിഷ് ആണെങ്കിൽ, മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ 5 വേവുകൾ അടങ്ങിയതായിരിക്കും. ഇപ്പോൾ വേവ് 1, വേവ് 2, വേവ് 3 നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ, വേവ് 4, വേവ് 5, ഇങ്ങനെയുള്ള 5 വേവുകൾ അടങ്ങിയതായിരിക്കും എന്ന് ആളുടെ റിസർച്ചിൽ കണ്ടെത്തുന്നു. ഇപ്പോൾ അത് മുകളിലേക്ക് പ്രൈസ് പോകുമ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഇങ്ങനെ 5 വേവ് ഇറങ്ങിയ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്ന ഇതിനെ ആൾ ഇമ്പൾസ് വേവ് ആയിട്ട് കണക്കാക്കുന്നു. ആ ഇമ്പൾസ് വേവിനകത്ത് പ്രധാനപ്പെട്ട 3 ഇമ്പൾസ് വേവുകളും 2 കറക്ഷനും ഉണ്ട്. ഈ ഒരു പാറ്റേൺ ആണ് ആൾ മാർക്കറ്റിൽ ശ്രദ്ധിച്ചത്. അതേപോലെ ഇവിടുന്ന് ഇതുവരെയുള്ള ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഈ ഇമ്പൾസിൻ്റെ കറക്ഷൻ ഇവിടെ നടക്കുന്നു. ഇത് കറക്റ്റ് ചെയ്യുന്നു. ആ കറക്ഷനകത്ത് 3 വേവ്സ്, അതിൽ 2 ഇമ്പൾസ് വേവുകളും ഒരു കറക്ഷനും അടങ്ങിയിരിക്കുന്നു. അങ്ങനെ 5+3 8 വേവ്സിൻ്റെ കോമ്പിനേഷനാണ് ഓരോ മാർക്കറ്റിലെ സൈക്കിളും എന്നുള്ളതാണ് ആൾ കണ്ടെത്തിയത്. അപ്പോൾ എൻറ്റയർ മാർക്കറ്റിലെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഈ എൻറ്റയർ സ്ട്രക്ചർ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത ഈ ഒരു സൈക്കിൾ ഉണ്ടാവും. അതായത് ഈ 5+3 എന്നുള്ള സൈക്കിൾ അടുത്തത് ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്ത് അവിടെ വെച്ചാൽ അടുത്തത് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 പ്രൈസ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, 2, 3, 4, 5. അപ്പോൾ ഇമ്പൾസ് മൂവ് കംപ്ലീറ്റ് ചെയ്തു. 1, 2, 3 കറക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും ഇമ്പൾസ് മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1, 2, 3, 4, 5. വീണ്ടും കറക്ഷനിലേക്ക് പോകുന്നു. 1, 2, 3 കറക്ഷൻ ആവുന്നു. വീണ്ടും ഇമ്പൾസ് മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1, 2, 3, 4, 5. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ട്രേഡ് എടുക്കാനുള്ള ഏരിയകൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു 5+3 വേവ്സ് എന്നുള്ളത് മാത്രമല്ല, 5+3 എന്നുള്ളത് മാത്രമല്ല, ഇതിനൊരു ബേസിക് ആയിട്ടുള്ള ചില കണ്ടീഷനുകളൂടെ പറഞ്ഞുകൊണ്ട് ആ കണ്ടീഷനുകൾ മീറ്റ് ചെയ്താൽ അത് എലിയറ്റ് വേവ് ആണ് എന്നുള്ളത് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ പുള്ളി അതിൽ വെച്ചിട്ടുള്ള കണ്ടീഷനുകൾ, ഒന്ന് ഈ വേവ് 2 എന്ന് പറയുന്നത്, ഇവിടെയുള്ള വേവ് 2, വേവ് 2 ഒന്നാമത്തെ വേവിൻ്റെ
ബിഗിനിങ്ങിലേക്ക് റീട്രേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഈ ഒരു വേവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിനെ ഒരു ഇമ്പൾസ് വേവ്, എലിപ്റ്റിക് തിയറിയിലെ ഇമ്പൾസ് വേവ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ബുക്ക് സ്റ്റൈലിൽ പഠിക്കുന്നു. ടെക്നിക്കലി ഇങ്ങനെയാണ്, പക്ഷേ ഇതിലൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളത് ചാർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിമ്പിളാണ് ഇതിൻ്റെ ലോജിക്ക്. നമ്മൾ ഈ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇതൊരു ബൈ റാലിയാണ്, അതിന് തുല്യമായിട്ട് തന്നെ സെൽ റാലി വന്നാൽ പിന്നെ അതിന് ട്രെൻഡിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലോജിക്കാണ് ഇവിടെ ഉള്ളത്. ബയേഴ്സും സെല്ലേഴ്സും ഈക്വൽ ആയതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, അത് ചാർട്ടിൽ പോയിട്ട് കാണിക്കുന്നുണ്ട്, ഒന്നും കൂടെ ക്ലിയർ ആവും. ഇനി ഇതാണ് ആദ്യത്തെ കണ്ടീഷനായിട്ട് ആൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വേവ് 3 എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട 3 വേവുകളിലെ വേവ് 3, 5, 1 ഇതിൽ ഏറ്റവും ചെറുതായിട്ട് ഇത് വരാൻ പാടില്ല. അപ്പോൾ ഈ 2 വേവിനേക്കാളും ചെറിയ വേവാണ് ഇതെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് കരുതുക, ഈ പർട്ടിക്കുലർ വേവ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ എലിപ്റ്റിക് വേവ് എന്നുള്ള അല്ലെങ്കിൽ ഇമ്പൾസ് വേവ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്തൊരു കണ്ടീഷൻ പുള്ളി പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു കാര്യം വേവ് 4 ഇതാണ്. വേവ് 4മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്തത് ആൾ പറഞ്ഞത്. അപ്പോൾ ഈ വേവ് 4 എന്ന് പറയുന്നത് ഇതാണ് വേവ് 4. അപ്പോൾ ഈ വേവ് 4 ഒരിക്കലും വേവ് 1ൻ്റെ ടെറിട്ടറിയിലേക്ക് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ഇതാണല്ലോ വേവ് 1ൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത്. ഇതാണ് വേവ് 1ൻ്റെ ടെറിട്ടറി. അപ്പോൾ ഇവിടുന്ന് തന്നെയൊക്കെ ഈ ഒരു കറക്ഷൻ ഇവിടുന്ന് അവസാനിക്കണം. ഇതിനകത്തേക്ക് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്നാണ് റിവേഴ്സലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എലിപ്റ്റിക് വേവ് എന്നുള്ള ആ പാറ്റേണിലേക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഒരു കണ്ടീഷനും കൂടെ പുള്ളി പറഞ്ഞു, അതിൽ 5ാമത്തെ വേവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ 5ാമത്തെ വേവിൽ ആൾ പറഞ്ഞത് ഈ വേവ് 5 എന്ന് പറയുന്നത് ഒരു മൊമൻറ്റം ഡൈവേർജൻസ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഓസിലേറ്റർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ RSI ഉണ്ടെന്ന് കരുതുക. അപ്പോൾ RSI ഇപ്പോൾ ഇവിടെ പ്രൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് RSIയിലും ഇങ്ങനെ പ്രൈസ് 1, 2, 3, 4 അങ്ങനെ പോവും അല്ലേ? ഇങ്ങനെയാണ് പ്രൈസ് പോവുക. പക്ഷേ അപ്പോൾ അങ്ങനെ ഇതേ ഷേപ്പിൽ പോകുന്നതിന് പകരം ഇവിടെ 1, 2, 3 അവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ 4 കഴിഞ്ഞിട്ട് 5 ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിക്ചറിൽ ഇവിടെ പ്രൈസിൽ ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ ഇവിടെ അത് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, മറിച്ചൊരു ഡൈവേർജൻസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തേത് ഈ വേവ്, ഇത് 2, ഇത് കറക്ഷൻ, ഇത് 2, 3 ഇങ്ങനെ ഉണ്ടാവും RSIയിൽ, 4 ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഉണ്ടാവും. 5 ഇവിടെ പുതിയ ഹയർ ഹൈ പ്രൈസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ RSIയിൽ സെയിം ഹൈയോ അല്ലെങ്കിൽ ലോവർ ഹൈയോ ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനും കൂടെ മീറ്റ് ചെയ്താൽ ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഇത് കറക്റ്റീവ് വേവ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഇമ്പൾസീവ് വേവ്സ് ആണ്, ഈ സൈഡിൽ ഇവിടെ വരുന്നത് കറക്റ്റീവ് വേവ്സ് ആണല്ലോ. അപ്പോൾ കറക്റ്റീവ് വേവ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒരു സിമ്പിൾ ലോജിക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഫസ്റ്റ് ഇവിടുത്തെ ഇമ്പൾസ് വേവിൻ്റെ ഈ വേവിനകത്തും കറക്റ്റീവ് വേവിനകത്തും ഈ മേജർ വേവുകൾ നമുക്ക് ഇമ്പൾസ് വേവായിട്ട് കോൾ ചെയ്യാം. അപ്പോൾ ഈ ഇമ്പൾസ് വേവിന് ശേഷം വരുന്ന കറക്ഷൻ, ഇതിന് നമ്മൾ A, B, C എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് A, ഇത് B ആണ്. അപ്പോൾ എയുടെ 85.4% കൂടുതൽ കറക്റ്റ് ചെയ്താൽ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ വരെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് സെയിം ഹൈ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ഇതിനെ നമുക്ക് ഒരു കറക്റ്റീവ് ഈ എലിപ്റ്റിക് വേവിൻ്റെ പ്രിൻസിപ്പിളിൽ നമുക്കിതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കറക്ഷൻ പരമാവധി ഇത്രയൊക്കെ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് കറക്റ്റീവ് വേവ്സിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടാമത്തെ ഇമ്പൾസ് വേവായ, അതായത് വേവ് C എന്ന് പറയുന്ന വേവ്, ഇവിടെ ഇതിൻ്റെ നമ്മളിവിടെ ഒരു ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1.618ൻ്റെ മുകളിലായിരിക്കണം ഇവിടെ ഈ ലെഗിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 അതായത് ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു 68% എക്സ്ട്രാ ഇത് തന്നിട്ടുണ്ടാകുമ്പോഴാണല്ലോ 168 അഥവാ 1.618 എന്ന് പറയുന്ന ഫിബ് ലെവലിലേക്ക് എത്തുന്നത്.
അപ്പോൾ ഇതാണ്. അപ്പോൾ ലോജിക്ക് സിമ്പിളാണ്. ഇത് രണ്ടും വളരെ കൃത്യമായ പോയിന്റിലേക്ക് പോയിട്ടില്ലെങ്കിലും ലോജിക്കിന് ഇങ്ങനെ റീഡ് ചെയ്താൽ മതി. ഇത് ഒരു മേജർ റാലിയാണ്, ഇത് ചെറിയ റാലിയാണ്, ഇത് വളരെ ആ ട്രെൻഡിലേക്കുള്ള വലിയൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ 5+8 ഈ ഒരു ഇതിനോട് അടുത്തുള്ള ലക്ഷണങ്ങളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ എലിപ്റ്റിക് വേവ് കൺസെപ്റ്റിലെടുക്കാം. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്? അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു ഡയറക്ഷൻ. നിങ്ങൾക്ക് ഇതിൽ ഡയറക്ഷൻ തീരുമാനിക്കാം. നിങ്ങൾക്ക് ഞാൻ ബൈ സൈഡിൽ നിൽക്കണോ, നിങ്ങൾക്ക് ബൈയിൽ നിൽക്കണോ, അല്ലെങ്കിൽ സെല്ലിൽ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും പലപ്പോഴും മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇമ്പൾസ് മൂവിലാണ്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇമ്പൾസ് മൂവിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് 2 പ്രധാനപ്പെട്ട ഇമ്പൾസുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കേണ്ടത് ബൈയിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് ബ്രേക്കോ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാണാത്തവർ നമ്മുടെ ഈ സെയിം പ്ലേലിസ്റ്റ്, ഇപ്പോൾ ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നുള്ള പ്ലേലിസ്റ്റിലാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതേ പ്ലേലിസ്റ്റിൽ ആ വീഡിയോ ഉണ്ടാവും BOSുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് നമ്മൾ അത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. ഓക്കെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഏരിയ ഇത് നമ്മൾ വാല്യൂ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു മൂവിനകത്ത് ഇവിടെയും ഇതേ കൺസെപ്റ്റ് ഉണ്ടാവും. 1 2 3 4 5 ഇതിനകത്തും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തുള്ള നമ്മൾ എടുക്കുന്ന ഈ ഹയർ ടൈം ഫ്രെയിമിൽ, ഇപ്പോൾ ഇതൊരു ഹയർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ അതിന് താഴെയുള്ള ചെറിയ ടൈം ഫ്രെയിമിലെ ഒരു വാല്യൂ ഏരിയയിൽ നിങ്ങൾ പ്രൈസ് കിട്ടുന്ന സമയത്ത് ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഇമ്പൾസ് മൂവിനകത്ത് വീണ്ടും ഇവിടെ എന്താ ഉണ്ടാവും? ഇവിടെ എലിപ്റ്റിക് വേവ് തിയറി ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അതായത് ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക? ഇവിടെ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ 1 2 3 1 2 മൂന്നാമത്തതായി 5 ആയില്ലേ? 1 2 3 4 5. ഓക്കെ, ഇതില്ല, 5 ആയി. അപ്പോൾ ഇവിടെ നിങ്ങൾ ആൾറെഡി ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റാണ്, ഇതൊരു ഇമ്പൾസ് മൂവ് ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ വാല്യൂ ഏരിയയിലേക്ക് ഈ ചെറിയ ടൈം ഫ്രെയിമിൽ റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ചാർട്ടിൽ കാണിക്കാതെ. അപ്പം ഇത് പിന്നെ ഇപ്പോൾ ഇതൊരു ബ്രേക്കോ സ്ട്രക്ചർ ലൈൻ ആണെങ്കിൽ ആ ലെവലുകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം അത് ആ വീഡിയോ BOSൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഈ ഒരു സൈക്കിൾ കഴിഞ്ഞു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഒന്ന് ഡയറക്ഷനാണ് നിങ്ങൾ എടുക്കുന്നത് അല്ലേ? ഇത് ഈ ഒരു ഭാഗത്ത് പ്രൈസ് നിൽക്കുമ്പോഴെല്ലാം നിങ്ങൾ ബൈക്കും വേണ്ടിയിട്ട് നോക്കുന്നു. പ്രൈസ് പക്ഷേ പ്രധാനപ്പെട്ട 1 2 3 ഈ 3 മോട്ടീവ് മൂവ്സ്, ഇമ്പൾസ് മൂവ്സ് കഴിഞ്ഞാൽ അപ്പോൾ 5ാമത്തെ പോയിൻ്റ് എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമ്മൾ അനുമാനിക്കുകയും പിന്നീട് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കറക്ഷൻ വേവ് ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ സെറ്റപ്പ് എന്താണോ അത് പ്രകാരമുള്ള സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. ഈ ഭാഗത്ത് ബൈക്കും ഈ ഭാഗത്ത് സെല്ലിനും ഉള്ളത് നോക്കുന്നു. ഇനി ഇതിപ്പോൾ ഇതിലെ സ്പോട്ടുകൾ എവിടുന്ന് ആ സ്പോട്ട്, ഇതിപ്പോൾ ഡയറക്ഷനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. സ്പോട്ടുകൾ നിങ്ങളുടെ സെറ്റപ്പ് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാല്യൂ ഏരിയകളിൽ നിന്നുള്ള സെല്ല് അല്ലെങ്കിൽ ബൈ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്പോട്ട് സെലക്ട് ചെയ്യാൻ പറ്റുക. ഇതിപ്പോൾ നമ്മൾ എടുത്തൊരു ട്രേഡ് അങ്ങനെയുണ്ട് കാണിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഇമ്പൾസ് വേവ് കംപ്ലീറ്റ് ചെയ്ത് കറക്ഷൻ വേവും കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? വീണ്ടും ഒരു ഇമ്പൾസ് വേവാണ്. അപ്പോൾ ഇത് അതിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ബൈനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. അപ്പോൾ ഈ സ്പോട്ട് അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. സ്പോട്ടും തീരുമാനിച്ചു. ഇവിടെ ഞാൻ അടുത്തത് വരാൻ പോകുന്നത് ഇമ്പൾസ് വേവ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഡയറക്ഷനും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് ബൈ എന്നുള്ളത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ പിറകെ ബാക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും കൂടെ ഇതിനോട് ക്ലബ് ചെയ്തിട്ട് വേണം റീഡ് ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ചാർട്ടിലേക്ക് പോയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ട്രേഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഇതാ അപ്പോളോ ഹോസ്പിറ്റൽ. ഇവിടെ ഇത് നമ്മളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത ട്രേഡാണ് കഴിഞ്ഞ ദിവസം. ഓക്കെ, 4-ാം തീയതി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രേഡ് ഷെയർ ചെയ്തു, അതിൻ്റെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ഡിസ്കോഡിൽ നമ്മൾ മെമ്പേഴ്സിന് ഷെയർ ചെയ്യുന്ന ട്രേഡുകൾ BTST പോലെയുള്ള 2-3 ദിവസമൊക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡുകളാണ്. BTST എന്നുള്ള പേരിലാണ് കൊടുക്കുന്നതെങ്കിലും അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിലെ മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ട്രേഡർ സൈക്കോളജിസ്റ്റ് എന്നതിന് താഴെയായിട്ട് ജോയിൻ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്
പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ സെലക്ട് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയർ ചെയ്ത ഈ ട്രേഡ് സെയിം ഡേയിൽ തന്നെ നമ്മൾ BTC ആയിട്ട് ഷെയർ ചെയ്തെങ്കിലും സെയിം ഡേയിൽ തന്നെ നമ്മൾ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇതേ കൺസെപ്റ്റിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്, അത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ പ്രൈസിനെ റീഡ് ചെയ്തതെന്നുള്ളത്. നമ്മൾ 30 മിനിറ്റിലാണ് അതിൻ്റെ പ്രൈസ് റീഡ് ചെയ്തത്. നമ്മൾ ട്രേഡ് ഷെയർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ട്രേഡ് എൻഡ് എടുക്കുന്ന സമയത്ത് ഇവിടെയായിരുന്നു, ഈ സ്പോട്ടിലായിരുന്നു അപ്രോക്സിമേറ്റ് ഇവിടെയൊക്കെ ആയിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ അവിടെ നമ്മൾ ഇതിനെ റീഡ് ചെയ്തത് ഇതേ കൺസെപ്റ്റിൽ എലിയറ്റ് വേവ് കൺസെപ്റ്റ് തന്നെയാണ് ഇതിനെ നമ്മൾ ഇതിൻ്റെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രൈസിൻ്റെ ഒരു ബാക്ക്വേർഡുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ മേജറായിട്ടുള്ളൊരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്തില്ല. അതിന് ശേഷം നമ്മളതൊരു ഒരു കറക്റ്റ് ഈ ഭാഗത്തൊരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു കൺസോളിഡേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അവിടെ ഈ പോയിൻ്റിൽ നിന്ന് ഉള്ള ഈ റാലി, ഈ പോയിൻ്റ് വരെയുള്ള റാലി ഫസ്റ്റ് ഇമ്പൾസ് മൂവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഈ ലെവലിലേക്കുള്ളത് ഇതിൻ്റെ കറക്ഷനാണ്. അപ്പോൾ 1 നമ്മൾ നേരത്തെ കാണിച്ചത് പ്രകാരം 1 2 3 4 5. അപ്പോൾ ആൾറെഡി ഒരു ഇമ്പൾസീവ് മൂവ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ 100% കൃത്യതയോടെ ആ പാറ്റേൺ സംഭവിക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കരുത്. അവിടെയാണ് നമ്മുടെ ലോജിക്ക് ഉപയോഗിക്കേണ്ടത്, ക്ലബ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു മൂവ്മെൻറ്റും കൂടെ മാർക്കറ്റ് തന്നിട്ടുണ്ട് എന്ന രീതിയിൽ ഞാനിതിനെ റീഡ് ചെയ്യുന്നു. അപ്പോൾ ഇമ്പൾസ് മൂവ് തന്നു, ഇമ്പൾസ് വേവ് തന്നു. അപ്പോൾ ഇനി ഒരു കറക്റ്റീവ് വേവ് കൂടെ ഇവിടെ സംഭവിച്ചതായിട്ട് നോക്കുമ്പോൾ കാണുന്നു 1 2 3. അപ്പോൾ 5 + 3 8 എന്നുള്ള ആ കോമ്പിനേഷൻ, ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. മാർക്കറ്റിൻ്റെ ആ സൈക്കിൾ കംപ്ലീറ്റ് ആയി, മാർക്കറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ എറർ തന്നിട്ടുണ്ട്. എപ്പോഴും ഇതിനൊക്കെ ഇടയ്ക്ക് പല സ്ഥലങ്ങളും ഇത്തരം എറർ തരും. ആ എററിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാലാണ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുക. മാർക്കറ്റ് ഒരിക്കലും നമ്മൾ വരച്ച് പഠിച്ചതുപോലെ 100% അതുപോലെ മൂവ് ചെയ്യില്ല. ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള നമ്മൾ പഠിച്ച അതേപോലെ അല്ലാത്ത പാറ്റേണുകളാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഏത് പാറ്റേൺ പഠിച്ചാലും നിങ്ങൾ കോപ്പി ബുക്കിൽ എല്ലാവർക്കും നോക്കിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള പാറ്റേണുകളാണെങ്കിൽ അത് വർക്ക് ചെയ്യാതിരിക്കാനാണ് ഏറ്റവും കൂടിയ സാധ്യത. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് എടുക്കുമല്ലോ. അപ്പോൾ അത് ആ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്ട്രാ മൂവ്മെൻറ്റ് തന്നു, പിന്നീട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി. പക്ഷേ ഞാനിതിനെ കാണുന്നത് എന്താണ് എലിപ്റ്റിക് വേവിൻ്റെ കൺസെപ്റ്റ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നു, പിന്നീട് ഈ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഇത് കറക്റ്റ് ചെയ്യുന്നു. ഇതാണല്ലോ വേവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ കറക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ രീതിയിലാണെങ്കിൽ പോലും ഈ കറക്ഷൻ, ഈ ഇമ്പൾസ് മൂവ്, ഈ കറക്ഷനും ഇവിടെ സംഭവിച്ചു. അപ്പോൾ പിന്നീട് ഇവിടെ പ്രൈസ് നിൽക്കുമ്പോൾ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് പ്രൈസ് വീണ്ടും ഒരു ഇമ്പൾസ് മൂവ് തരുമെന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് ഇങ്ങനെ വന്ന് ഒന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് 2 മൂന്നാമത്തെ ഇമ്പൾസ് ഒന്ന് ഇങ്ങനെ പ്രൈസ് പോകും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ വരെയെങ്കിലുമൊക്കെ നമുക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ടുള്ള ട്രേഡ് എടുക്കാം. പക്ഷേ അത് മാർക്കറ്റ് അത്രയും ബുള്ളിഷാണ്, നമ്മൾ അത്രയും അതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് വലിയ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്തായാലും ഈ ഒരു ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു 85% വരെയെങ്കിലും ടാർഗറ്റ് വരും എന്നുള്ള കൺസെപ്റ്റിൽ, പ്രൈസ് മൂവ് ചെയ്യുന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ടാർഗറ്റ് വെക്കുന്നു. അപ്പോഴും നമുക്ക് 1:2 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രിക്ക് വേണ്ടി ചൂസ് ചെയ്ത സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കോ സ്ട്രക്ചറിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം. ഇവിടെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒരു വാല്യൂ ഏരിയയാണ്. അപ്പോൾ ആ വാല്യൂ ഏരിയയിലാണ് ഈ പ്രൈസ് ആക്ഷനൊക്കെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പിന്നെ അപ്പോൾ ഇതിനെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇവിടെ അതിൻ്റെ കൺഫർമേഷൻ എടുക്കണം. അത് നമ്മൾ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിയർ ആക്കാം. ഇവിടെ ഈ 30 മിനിറ്റിൽ മാത്രമല്ല, ചെറിയ ടൈം ഫ്രെയിമിൽ കാണുന്നത്. ഓക്കെ, ജസ്റ്റ് വേഗത്തിലൊന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 1 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് അവസാനത്തെ ഫാളിന് ശേഷം ഈ ലെവൽ, ഈ മാർക്ക് ചെയ്തുള്ള ലെവൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ലാസ്റ്റ് ഹൈ ആണ്. ആ ഹൈൻ്റെ മുകളിലേക്ക് പ്രൈസ് ക്രോസ് ചെയ്ത് പിന്നെ താഴെ ഈ ലെവലിൽ പ്രൈസ് കിട്ടി. ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് കയറുന്നു എന്ന് കണ്ടപ്പോൾ ഈ സോണിൽ വെച്ചിട്ട് നമ്മൾ ട്രേഡ് കൺഫേം ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ആ ട്രേഡിൻ്റെ ലോജിക്ക്.
ഈ രീതിയിലാണ് ഇതിനെ പ്രൈസ് നമ്മൾ റീഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എലിപ്റ്റിക് വേവിൻ്റെ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് പ്രൈസ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇത് ഈ ഒരു സ്ട്രക്ചർ നമുക്കുള്ളതുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ഇത് കുറച്ചും കൂടെ നമുക്ക് എവിടെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് എന്നുള്ളത്, എന്താണ് മാർക്കറ്റിൽ പ്രൈസിൽ സംഭവിക്കുന്നത് എന്നുള്ളത് റീഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നമ്മളെടുത്തൊരു ട്രേഡും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിലെങ്ങനെയാണ് അപ്പോൾ നമ്മളെ കോപ്പി ബുക്ക് സ്റ്റൈലിലല്ലാതെ എങ്ങനെയാണ് ഈ കാര്യം റീഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടിയാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത ഒരു ട്രേഡ് ഇതാണ് സുസ്ലോൺ. ഇത് പൊസിഷണൽ ട്രേഡാണ്. അപ്പോൾ നമുക്ക് ഈ BTST ഉണ്ട്, അതേപോലെ സിങ് അതുപോലെ പൊസിഷണൽ ട്രേഡുകളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ഒരു 1 month കൊണ്ട് 20% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നൊരു ട്രേഡ്. അപ്പോൾ അവിടെ ഇത് എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുത്തത് എന്നുള്ളത് ഒന്ന് കാണിക്കാം, എങ്ങനെയാണ് മാർക്കറ്റിനെ റീഡ് ചെയ്തത് എന്നുള്ളത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ വാച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ഒരു ട്രെൻഡിന് ശേഷം മാർക്കറ്റ് അക്യുമുലേഷൻ, പിന്നീട് നടന്നത് ഡിസ്ട്രിബ്യൂഷനാണ്. ആ ഡിസ്ട്രിബ്യൂഷന് ശേഷം വീണ്ടും അക്യുമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുന്നു. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്തു. കൺസോളിഡേഷന് ശേഷം ഇത് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ ഞാൻ ഈ എലിപ്റ്റിക് വേവിൻ്റെ കൺസെപ്റ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കി. അപ്പോൾ 1 2 3 4 5 ഇവിടെ ഇമ്പൾസ്. അപ്പോൾ എന്തായി, ഇതിൽ ഇമ്പൾസ് വേവ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കറക്ഷൻ 1 2 3. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, നമ്മൾ പറഞ്ഞ ആ ലക്ഷണങ്ങളൊന്നും ഇവിടെ മീറ്റ് ചെയ്തിട്ടില്ല. തിയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ മീറ്റ് ചെയ്തിട്ടില്ല. സെയിം ഹൈ ആണ്. അപ്പോൾ അത് മാർക്കറ്റ് തരുന്ന ഒരു മാനിപ്പുലേഷനായിട്ട്, ഒരു എററായിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നു, കോപ്പി ബുക്ക് സ്റ്റൈലിൽ അല്ലെങ്കിൽ. എന്നാൽ ആ കൺസെപ്റ്റ് ഇവിടെ വർക്ക് ചെയ്തു. ആ 5+8 എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ 5+3 8 എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ വർക്ക് ചെയ്തു. അപ്പോൾ ഇത് 1 2. അപ്പോൾ അത് ഈ സ്ട്രക്ചർ ഇവിടെ ഇതോടുകൂടി ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, മാർക്കറ്റിൻ്റെ ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഞാൻ അടുത്തത് ഇതിൻ്റെ പ്രൈസ് ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത് എന്താണ്, 1 2 3 4 5. അപ്പോൾ ഇമ്പൾസ് വേവ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ കറക്ഷനാണ് കാണുന്നത് 1 2 3 കറക്റ്റീവ് വേവും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഈ ഇത്തരം സ്റ്റോക്കുകളിൽ നമ്മൾ പൊസിഷണൽ ട്രേഡുകൾ ഇതിൻ്റെ ഫണ്ടമെൻ്റലി നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ ഇത് ഫണ്ടമെൻ്റലിയും കൂടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ അതും കൂടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി ഇത് ഓക്കെയാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ പ്രകാരം എലിപ്റ്റ് വേവ് തിയറിയുടെ സൈക്കിൾ 1 കംപ്ലീറ്റ് ചെയ്തു, സൈക്കിൾ 2 കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബേസ് റാലി ബേസ്. അപ്പോൾ ബേസ് 1 ആണിത്, ഇത് ബേസ് 2 ആണ്. അപ്പോൾ ബേസ് 2 എന്നുള്ളൊരു എൻട്രി എന്ന് പറയുമ്പോൾ നമുക്കിത് പ്രൈസ് ഒരുപാട് റാലി ചെയ്ത് ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ബേസ് 1 ബേസ് 2 എന്നാണ് ഞാൻ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് അടുത്ത ഒരു സൈക്കിളും കൂടെ, ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഒരു സൈക്കിളും കൂടെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉള്ളപ്പോഴും നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ള എന്താണ്, ഇതിൻ്റെ ജസ്റ്റ് ഈ ഒരു ഇമ്പൾസ് ലെങ്ത്തിൻ്റെ ഇമ്പൾസ് വേവിൻ്റെ 1 2 ഇമ്പൾസുകൾ ക്യാച്ച് ചെയ്യാവുന്ന അത്രയും നമ്മളതിൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. അവിടെയാണ് നമ്മളെല്ലാം പ്രോബബിലിറ്റി ആയിട്ട് കാണണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇതിപ്പോൾ പ്രൈസ് ഇവിടുന്ന് വന്നിട്ട് ഒരു ലോങ് ടൈം കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ സുസ്ലോൺ എനർജി എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്, ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷേ അതിൻ്റെ ഫണ്ടമെൻ്റൽസും ഈ എനർജി സെക്ടറിൻ്റെ ഒരു സാധ്യതകളും കൊണ്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് ഈ പ്രൈസ് ആക്ഷനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇനി വരും ദിവസങ്ങൾ വലിയ കറക്ഷൻ വരികയാണെങ്കിൽ ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം, മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, ഇനി താഴേക്ക് ആക്ച്വൽ 1 2 3 4 5 എന്ന രീതിയിൽ 1 2 3 4 5. അപ്പോൾ അതെന്തായി, ഇതൊരു ബിയറിഷ് സൈഡിലേക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ഇമ്പൾസ് വേവായി. അപ്പോൾ ഇതൊരു ഇമ്പൾസ് വേവായിട്ട് മാറി, ഇതൊരു ഇമ്പൾസ് വേവായി. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു ചെറിയ ഒരു കറക്ഷൻ തരും. വീണ്ടും ഇങ്ങനെ പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവിടെ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. മാർക്കറ്റിൽ എൻ്റെ വ്യൂ ഞാൻ സെറ്റ് ചെയ്തു, ആ വ്യൂവിനനുസരിച്ച്
ഞാനൊരു ട്രേഡ് എടുക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു പോവുകയാണെങ്കിൽ തിരിച്ച് ഈ പറഞ്ഞ പോലെ ഇത്തരം ഒരു പ്രൈസ് ആക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതിനൊരു 6 മാസമോ 8 മാസമോ 1 വർഷമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുള്ളൊരു സിനാരിയോ വരികയും ചെയ്യും, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വീണ്ടും അടുത്ത സൈക്കിളുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് വെച്ചിട്ട് ഇങ്ങനെയല്ല പ്രൈസ് ഇവിടുന്ന് ഇങ്ങനെ 1-2 വേവ്സും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് എത്തുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ട്രേഡ് എൻട്രി ചെയ്യും. അപ്പോൾ അത് അനലൈസ് ചെയ്യാൻ, ഇവിടുന്ന് എൻട്രി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഈ പറഞ്ഞ റീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. രണ്ടാമത്തെ മാർക്കറ്റിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതൊരു ഈ സ്ട്രക്ചർ എലിയോട്ടിക് വേവിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ഒരു സ്ട്രക്ചറും കൂടെ ഉണ്ടാവും, കാരണം ബേസ് 1ഉം ബേസ് 2 എത്തിയിട്ടുള്ളൂ. ഒരു ബേസ് 3 എത്തിയതിന് ശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ നോർമലി മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അക്യുമുലേഷനിലാണ്, ഇവിടെ കൺസോളിഡേഷൻ ആയിരുന്നു, അക്യുമുലേഷനിലാണ് ഡോ തിയറിയിലെ കൺസെപ്റ്റിൽ പറഞ്ഞാൽ. ഇനി അക്യുമുലേഷൻ കഴിഞ്ഞാൽ ആ അക്യുമുലേഷൻ്റെ 2 ബേസുകൾ വന്നു, മൂന്നാമത്തെ ഒരു ബേസ് കൂടെ കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം അവിടെ ഇതുപോലെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് പിന്നെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് പ്രൈസ് നീങ്ങും. അങ്ങനെയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഇത് നമ്മുടെ മറ്റ് അറിവുകളും ഇതും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് വേണം നമ്മളതിനെ റീഡ് ചെയ്യാൻ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ക്ലാരിറ്റി പ്രൈസ് ആക്ഷനിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതേ കൺസെപ്റ്റ് നമ്മൾ അവിടെ ഇത് എല്ലാത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുള്ളത് ഇതാ ഗോൾഡിലാണ്. ഇത് XNS ആണ്. XNSനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ XNSൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതാ പ്രൈസ് ഇവിടുന്ന്. ഓക്കെ, ഞാൻ ആദ്യം എൻട്രി എടുത്തത് ഇവിടുന്ന് എന്നുള്ളത് കാണിക്കും. ഇത് ഗോൾഡാണ്. ഗോൾഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത് ഈ പോയിന്റിൽ നിന്നാണ് എൻട്രി എടുത്തിട്ടുള്ളത്. ഇതാ ഈ പോയിന്റിൽ നിന്നാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻട്രി എടുക്കാനുള്ള കാരണം ഇതിൻ്റെ ബാക്കിലേക്ക് കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാളിന് ശേഷം ഒരു കൺസോളിഡേഷനും ഈ ഒരു ഫാളിനും ശേഷം മാർക്കറ്റിനെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ആണ് ഞാനിത് കൺസിഡർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് അടുത്തൊരു സൈക്കിൾ ഇത് ഫോം ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ 1, 2, 3 ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, ഇപ്പോൾ ഇവിടെയൊക്കെ എററുകളുണ്ട്, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് കൂടെ ഇവിടെ നിന്ന് എടുക്കാം അല്ലേ. ഇതാ 1, 2, 3 ഇത് രണ്ടാമത്തെ ഇമ്പൾസായി, ഇതൊരു കറക്ഷനായി ഇവിടെ. അപ്പോൾ നമ്മുടെ 1, 2, 3, 4 നാലാമത്തത് ഒരിക്കലും 1ൻ്റെ ടെറിട്ടറിയിലേക്ക് വരരുത് എന്നുള്ളതാണ് കണ്ടീഷൻ. വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ താഴെ നിന്നാണ് അവിടെ പിക്ക് ചെയ്തപ്പോൾ അങ്ങനെയായി. അപ്പോൾ അവിടെ 1, 2, 3, 4, 5 ഇത് ഇവിടെ എത്തുമ്പോൾ 5 ആയി. അപ്പോൾ ഈ ഇമ്പൾസ് വേവിൻ്റെ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം മാർക്കറ്റ് ഓക്കെ, ഒന്ന് സൂം ചെയ്യാം. ഇവിടുന്ന് 1, 2, 3 എന്നുള്ള കറക്ഷൻ തന്നതായിട്ട് അങ്ങനെ റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു എററായിട്ട് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ എററായിട്ട് ആകുമ്പോൾ എങ്ങനെയാണ്, ഒരു ആക്ച്വലി താഴേക്ക് കറക്ഷൻ തരേണ്ടതിന് പകരം പ്രൈസ് ഇവിടുന്ന് 1, 2, 3 മുകളിലേക്ക് കറക്ഷൻ ഒരു മാനിപ്പുലേഷൻ തന്നു. അപ്പോൾ ഈ സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ആ ഇമ്പൾസ് വേവ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇമ്പൾസ് വേവിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കറക്ഷൻ വേവ് ടെക്നിക്കലി സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെയൊക്കെ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യുന്നു. നമ്മൾക്ക് അവിടെ ഇതിൻ്റെ എലിയോട്ടിക് വേവിൻ്റെ കൺസെപ്റ്റിലേക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രൈറ്റീരിയകളൊന്നും അവിടെ മീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അപ്പാണ്, ഒരു ചെറിയ ഒറ്റ സിംഗിൾ കറക്ഷൻ മാത്രം. ഇവിടെയൊക്കെ കൺസോളിഡേഷനാണ്. എന്നാൽ ഇവിടെ അവസാനം പ്രൈസ്, ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഇതെല്ലാം വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞാൻ കാണുന്നു അതിനെ ഒരു ഗ്യാപ്പിന് ശേഷം, അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പിന് ശേഷം ഇമ്പൾസീവ് വേവ് കറക്ഷൻ വേവ് വെച്ചിട്ട് ഫില്ല് ചെയ്തതായിട്ട് ഞാൻ റീഡ് ചെയ്യുന്നു. ഇതാ 1, 2, 3. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ ഇത്രയും ഏരിയയിൽ നടന്ന ഏറ്റവും നല്ല കറക്ഷനായിട്ട് ഇതിനെ റീഡ് ചെയ്യുന്നു. വളരെ ലോജിക്കലായിട്ടുള്ള കറക്ഷനാണ്. പ്രൈസ് ഇവിടുന്ന് ഈ പോയിന്റിൽ വന്നു, ഈ പോയിന്റിൽ നിന്ന് ഈ മുകളിലെ പോയിന്റിലേക്ക് വന്നു. അപ്പോൾ അതിനകത്തുള്ള ഈ മൂവ്മെൻ്റ് ഒന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, ഇതിനൊക്കെ ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ പ്രൈസ് ഇവിടെ രണ്ടാമത് ഇങ്ങോട്ട് വരുന്നു. അതെല്ലാം മാനിപ്പുലേഷനാണ്. അതായത് ഈ പാറ്റേൺ അതേപോലെ അല്ല സംഭവിക്കുന്നത്,
എന്നുള്ളത് തന്നെ നല്ലൊരു ലക്ഷണമായിട്ട് ഞാൻ എടുക്കുന്നു. പ്രൈസ് ഒന്ന് ട്രൈ ചെയ്ത് വീണ്ടും ഈ പോയിന്റിൽ തന്നെ വരുന്നു. അപ്പോൾ ബേസിക്കലി പ്രൈസ് എനിക്ക് ഈ ആക്ഷൻ നടന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ വീണ്ടും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇവിടുന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈസ് 1 2 3 4 ഒരു മിനിറ്റ്, അതായത് ഇങ്ങോട്ട് വെച്ചാൽ കറക്റ്റാവും. ഓക്കെ, അത് മൂവ് ആവുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ച് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒരു മൂവാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 4 5. അപ്പോൾ ഈ 5ൻ്റെ ലെഗ് ക്യാച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെയും കറക്ഷൻസ് വരും, ചെറിയ രീതിയിലുള്ള എററുകൾ വരും. ഒറ്റയടിക്ക് മൂവ് ചെയ്യാതെ അവിടെ കൂടെ ഒന്ന് വന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു പോയിന്റിലേക്ക് വരിക എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫിബ് ലെവൽ 1.618 ടാർഗറ്റ് വെച്ചുകൊണ്ട് ഈ ട്രേഡ് എൻ്റർ ചെയ്യുന്നു. ഈ ട്രേഡ്, അപ്പോൾ ഈ ട്രേഡിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇതൊരു ഇമ്പൾസ് മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു. ഇതിവിടെ പൂർത്തിയാക്കുമ്പോൾ മാത്രമേ ഇത് ഇമ്പൾസ് മൂവ് ആയിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ ഞാനത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അവസാനത്തെ ഇമ്പൾസ്, അതായത് 1 3 5 ഇതാണ് ആദ്യത്തെ ഇമ്പൾസ്, ഇതാണ് രണ്ടാമത്തെ ഇമ്പൾസ്, ഇതാണ് മൂന്നാമത്തെ ഇമ്പൾസ് ആയിരിക്കും. അത് 5 വേവ് നമ്പർ 5 ആയിരിക്കും എന്ന് ആ 5നെ ക്യാച്ച് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളെടുക്കുന്ന ട്രേഡിൻ്റെ പിറകിൽ നമുക്കൊരു ലോജിക്ക് ഉണ്ടാവും ഇത് വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ. ഓക്കെ, ഇതാണ് ഈ രീതിയിലാണ് നമുക്കിതിനെ പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫിബനാച്ചി വെച്ചിട്ടുള്ള ലെവലുകൾ കൃത്യമായിട്ട് ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഈ 1.618 ഒക്കെ വെച്ചിട്ട് ഇത് ഈ റീട്രേസ്മെൻറ്റ് എത്രയാവണം, ഫിബിൻ്റെ എത്ര ലെവലിലാവണം. അപ്പോൾ തേർഡ് വേവ് ഇത് 1 2 3, മൂന്നാമത്തെ വേവ് ഇതിൻ്റെ എത്ര മുകളിലാവണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം, ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യം ലൈക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൈസ് ആക്ഷനൊക്കെ പഠിക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ചാനലിൽ വന്ന ആളുകൾ, സൈക്കോളജിയാണ് നമ്മൾ എന്തൊക്കെ ടെക്നിക്കാലിറ്റി പഠിച്ചാലും ബേസിക്കലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സൈക്കോളജിയാണ് നിങ്ങളെ വിജയിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന മാർക്കറ്റിൽ. അപ്പോൾ സൈക്കോളജിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജി സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈക്കോളജി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രൊഫഷണൽ രീതിയിൽ നിങ്ങളുടെ സൈക്കോളജി കറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തെറാപ്യൂട്ടിക് രീതിയിൽ നമ്മൾ 1-on-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാം 2 മാസം നീണ്ടു നിൽക്കുന്ന മെൻറ്റർഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്നത്. വർഷത്തിൽ 12 മുതൽ 16 ആളുകൾ മാത്രമേ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അത്രയും ടൈം ടേക്കിംഗ് ആണ്. അതിനനുസരിച്ചുള്ളൊരു ഫീസ് അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് മിനിമം ഒരു 3 ലക്ഷത്തിന് മുകളിൽ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യുക. പ്രോഗ്രാമിൻ്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളുടെ സൈക്കോളജി കറക്റ്റ് ചെയ്യാൻ വേണ്ട ഒരു കൗൺസിലർ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ അവിടെ പ്രയോജനപ്പെടുത്തിയോണ്ടാണ് അവിടെ നമ്മൾ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. നിങ്ങളെ ഓരോ ദിവസവും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് അതിനുശേഷം സൈക്കോളജി കാര്യങ്ങളിൽ അപ്ഡേഷൻസ് തന്ന് അതിൽ എക്സസൈസുകൾ ചെയ്ത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തിരിച്ച് ഓരോ ദിവസവും ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അറ്റൻഡ് ചെയ്ത ആളുകളുടെയൊക്കെ റിവ്യൂ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് പ്രോഗ്രാം കഴിയുമ്പോഴേക്കും എന്ത് പ്രശ്നമായിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്, അറ്റൻഡ് ചെയ്തതിൽ എല്ലാവരും തന്നെ ആ പ്രശ്നം മാറ്റി നിർത്തിയിട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് റിവ്യൂ കാണുമ്പോൾ അത് മനസ്സിലാവും. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ് ആളുകൾ പോയിട്ടുള്ളത്. സൈക്കോളജിക്കൽ ഇഷ്യൂ പിന്നെ അവർക്ക് ഉണ്ടായിട്ടില്ല. ഓവർ ട്രേഡ് ആണെങ്കിലും മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ അവിടെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ വിശദ അംശങ്ങൾ കൊടുക്കുന്നുണ്ട്. താഴെ ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ടെലഗ്രാം ID ഇവിടെ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാം. ഓക്കെ, ബാക്കി വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.